അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ അപ്പൻ്റെ വീട്ടിൽ ഞാറൊക്കെ പറിച്ചിന്. അപ്പോൾ ഇപ്പോൾ അവിടെ കുറേ വീണിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചതെല്ലാം കഴിഞ്ഞു തോന്നുന്നു ഏകദേശം. അപ്പം നമുക്ക് കുറച്ചുകൂടി പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തേക്ക് പോവുകയെന്ന്. അപ്പം വിചാരിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാറൊക്കെ എൻ്റെ മതി. ഇതിൽ തന്നെ കുറേ ഉണ്ട്. താഴെ തന്നെ ഫുള്ള് വീണിട്ട് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നാണ് പറിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു സഞ്ചിയിലേക്ക് എങ്ങനെയെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഈ പ്രാവശ്യം കരുതലോട് സഞ്ചിയിലെടുത്തിട്ടാണ് നമ്മൾ വന്നിന് കയറാൻ. ഇപ്പോൾ ഇതിന് ഫുള്ള് ഞാറൊക്കെയാണ്. ഇലേൻ്റെ ഇടയിലായിട്ടാണ് കാണാത്തത്. ഇത് അവിടെ എല്ലാം ഉണ്ട് കുറേ ഉള്ളതാ. മുന്തിരിക്കൊല മാതിരി ഇട്ടിട്ടില്ല, എന്താ ഫുള്ളായിട്ട് പഴുത്തിട്ടാണ് ഉള്ളത്. ഇവിടെയെല്ലാം ഫുള്ള് കാക്കയെല്ലാം വന്നിട്ട് കൊത്തുന്നുണ്ട്. നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇതാ. പറിക്കാൻ തുടങ്ങാം. വേണ്ട ഇവരെ ഇലയെല്ലാം പൊന്തിക്കുമ്പോൾ വേണ്ട ഫുള്ളായിട്ട് ഇവിടെ കൊല മുന്തിരിക്കൊല മാതിരി എത്രയാണ് കൊലയെല്ലാം ഫുള്ളായിട്ട് പോയിട്ട് കിടക്കുന്നുണ്ടാ. അടിപൊളി സാധനമാണ്. ഒരു കൊലയിൽ അത്രയേ ഉള്ളൂ, 5-6 ഉള്ളൂ. പക്ഷെ അത്രേ ഉള്ള ഒരുപാട് കൊലകളുണ്ട്. ഫുള്ള് കൈ ഇലേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇലയാൻ പൊന്തിച്ച് നോക്കുമ്പോൾ ഫുള്ളായിട്ട് കാണുന്നത്. മരത്തിൽ നിറയെ പഴുത്ത് കിടക്കുന്നുണ്ട്. സാനിയുടെ ആടെ ഒരു നല്ല വലിയ കൊല കാണിച്ചു തന്നിട്ട് സംശയമില്ല ഇറങ്ങിയിട്ട് പറിക്കണം. ഇതല്ലേ സാനി പറഞ്ഞേ? സംഭവം നല്ല മുന്തിരിക്കൊലമാരുള്ളൂ. അടിപൊളി സാധനം എന്താ ഫുള്ള് പഴുത്തില്ല. എന്താ രസം കാണാൻ. സാനെ കൊല പൊട്ടിക്കല്ലേ. അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് വന്നിട്ട് ഇത് പറിച്ചിട്ട് ഇതിന് മേലെ നിന്ന് പറിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ നമുക്കെന്താ തരാനും നമുക്ക് കൊണ്ട് തരാനും പറഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഒരുപാട് പറിക്കുന്നത്. നല്ല എന്നാ പറയണ്ടേ, മുന്തിരിക്കൊല മാതിരി അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്. പറിച്ചാലും തീരാത്തത്ര സാധനമുണ്ട്. നിലത്താങ്ക് അത്രയും പാട് വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നിലത്തുള്ള ഒന്നും എടുക്കുന്നില്ല. ഇപ്പം വീണ് തന്നെ നിലത്തുണ്ട്, പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. ഇതിന് മേലെ തന്നെ ഫ്രഷ് സാധനങ്ങൾ ഇഷ്ടം പോലെ പറിക്കാനുണ്ട്. നമുക്ക് ഉള്ളോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഉണ്ടാ എല്ലടിക്കും ഫുള്ള് പഴുത്ത് കിടക്കുന്നതാ. എന്തൊരു രസമാണെന്നാ കാണാൻ തന്നെ. തിന്നണ്ട, കാണാൻ തന്നെ എന്തൊരു രസമാ. മുകളിലെല്ലാം എന്താ എത്രയാണ് പച്ചയും പഴുത്തതും എല്ലായിട്ട്. തന്നെ കുറച്ച് മാങ്ങയും പഴുത്ത് കിടക്കുന്നുണ്ട്. സാനി ഒരു കല്ലിങ് എടുത്തിട്ട് വന്നാൽ, ചെറിയ കല്ല്. സാനിക്ക് ചുമയുണ്ട്, ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ സാനി? നമുക്കൊന്ന് ഒരു ഏറെറിഞ്ഞ് നോക്കാം. ഒന്ന് വീണ്. ആഹാ, കംപ്ലീറ്റ് താഴേക്ക് എത്തി. എന്തോ അതാ കൈ നിറയെ പറിച്ച് സഞ്ചിയിലാക്കുന്നു. ഒരുപാടുണ്ട്. ഏതായാലും മേടുന്നവർക്കെല്ലാം കൊടുക്കാമല്ലോ. എന്തോ ആണ്ടെ സാനി. വാ, എന്തോ അതാ കൊലയോടെ പൊട്ടിച്ചോണ്ടിരുന്നത്. കൊലയെല്ലാം പൊട്ടിച്ചോ? വീഴുന്ന വേഗം തൊടുമ്പോൾ തന്നെ താഴെ വീഴുന്നുണ്ടല്ലേ. അത്രയും നല്ല പഴുത്ത് കിടക്കുകയെന്ന്. എന്താ വലിയ മരമാണ്, വലിയ മരമാണ്. കാണാൻ നല്ല രസമുണ്ട്. നമ്മളെ വീട് തൊട്ടടുത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ വീട് കാണിക്കണം എന്ന് വെച്ചിട്ട് മറന്നു പോയതാ. നമ്മളെ വീടിൻ്റെ ടോപ്പ് ഭാഗമാണ് ഇത്. നമ്മൾ മേലയിൽ കാടനെല്ലാം വളർത്തുന്ന ആ ഭാഗം, ആ ഷെഡാണിത്. 2ാം നിലേൻ്റെ മുകളിൽ. എല്ലാം ഇവിടെ അടുത്തുള്ളതെല്ലാം നമ്മളെ കുടുംബക്കാരുടെ വീട് തന്നെയാണ്. അപ്പുറം അനിയൻ്റെ വീട്. ഇത് നമ്മളെ ഇപ്പം ഇത് പറിക്കുന്നത് നമ്മൾ ആപ്പൻ്റെ വീട്ടിൽ നിന്നാണ്. ആനിയെല്ലാം എന്താ കുറുക്കൻ മുന്തിരിത്തോട്ടത്തിൽ കയറിയ അവസ്ഥയാണെന്താ. താഴെ വീഞ്ഞൊന്നും മൈൻഡാക്കുന്നില്ല. കാരണം ഇതിൻ്റെ മേലെ
അത്രയും ലക്ഷക്കണക്കിന് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. താഴെ വീണതൊന്നും ആരും എടുക്കുന്നില്ല. മറ്റു പേരെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഇവർ താഴെയുള്ളതാണ് പൊറുക്കിയെടുത്തിട്ട് തിന്നത്. ഇപ്രാവശ്യം ആയിരിക്കും താഴെയുള്ളത് വേണ്ട. നമ്മളിതാ ഇതിനെക്കാട്ടി ഇരട്ടി നമ്മളവിടെ പറിച്ചിട്ടുണ്ട്. 2 ട്രിപ്പ് പറിച്ചിട്ടും ഇവിടെ ഇനിയും ഒരുപാടുണ്ട് കേട്ടാ. അത്രയും പാടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ അത്രയും കുറച്ചേ പറിച്ചുള്ളൂ. ഇനിയും ഒരുപാട് ഇതിൻ്റെ കിടക്കുന്നുണ്ട്. എനിക്ക് തൊണ്ടവേനായതുകൊണ്ട് ഒച്ച അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ബായ്.